നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സമയം, അത് രണ്ട് ഭാഗത്തുനിന്നും അത് ഈക്വൽ ആയിരിക്കണം കേട്ടോ. അതായത് ഒരാൾ ഒരുപാട് സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റേ ആൾ ഒട്ടും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് കാലം ആയുസ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എഫേർട്സ് എന്ന് പറഞ്ഞാൽ പല രീതിക്കാവാം. ഇപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതി, അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് കിട്ടുന്ന രീതി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സപ്പോർട്ടും ഈ ഒരു എഫേർട്സും രണ്ടുപേരും കൊടുക്കുന്നത് ഏറെക്കുറെ ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഒരു 80% ഓഫ് എഫേർട്സ് ഒരാൾ ഇടുന്നു, ഒരു 20% ഓഫ് എഫേർട്സ് മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടുന്നതെങ്കിൽ അതൊരിക്കലും അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകില്ല. അത് ഒരുപാട് കാലം ആ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിനൊരു ആയുസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും അധികം നമ്മൾ സംസാരിക്കേണ്ട, ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഏറ്റവും അധികം സംസാരിക്കേണ്ട ഒരു വിഷയത്തിനെ പറ്റി വരുന്നത്, അതായത് ബീയിങ് എ ലിസണർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ ലിസണർ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഏറ്റവും അധികം സംസാരിക്കാനുണ്ടായിരിക്കും. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച സമയത്തുള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസ്, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പല സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ഒരാൾ. അതായത് ബാല്യം, കൗമാരം, യുവത്വം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ടീനേജ് സമയത്തൊക്കെ അവരുടെ ലൈഫിലുണ്ടായ കുറെ കാര്യങ്ങളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വളരെ കുട്ടിയായിരുന്നപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു പാർട്ട്ണറിനോട് അവർ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അതായത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ആൺകുട്ടി, ഈ ആൺകുട്ടിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, അത് ഒന്ന് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരാളും അതിനകത്തൊരു നല്ലൊരു ലിസണർ എന്ന് പറയുന്ന ലെവലിലേക്ക് അതിനകത്ത് ഒരാളും ആവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പല റിലേഷൻഷിപ്പും അതിന്റെ ഒരു എൻഡിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളോട് കാര്യം പറയുന്ന സമയത്ത് ആ ഒരു കാര്യം അയാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പല രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ ഫേസ് ചെയ്ത് വളരെയധികം ഇൻട്രസ്റ്റിംഗ്, കണ്ണുകളൊക്കെ തിളങ്ങും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ കണ്ണുകളൊക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇപ്പൊ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. അപ്പൊ ആ ഒരു സമയത്ത് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരിങ്ങോട്ടും പറയുന്നു എന്നുള്ള ലെവലിലാണെങ്കിൽ അവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ നിൽക്കുന്നയാള്, ഇപ്പൊ നമ്മളാണെങ്കിൽ, ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാന്നിരിക്കട്ടെ, അത് തോന്നാനുള്ള ഒരു സിഗ്നലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങോട്ട് ഇടക്കേറി ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. അവരോട് നമ്മൾ പറയാം, ഐ മീൻ, എന്നാ പിന്നെ ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നാളെ രാവിലെ എണീറ്റ് നിങ്ങളുടെ പാർട്ണറിനോട് ഓക്കെ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് പറയാനുള്ളതൊക്കെ നീ വരടേ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആരും ഈ ലോകത്ത് പറയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നിങ്ങൾ വളരെ കാമായിട്ടിരുന്നിട്ട് അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഒരുപാട് വിഷയങ്ങൾ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ കുറച്ചിട്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഈ ശ്രദ്ധിച്ച് കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ഓക്കെ, നമ്മളിപ്പോ ഒരാളുടെ കഥ നമ്മൾ കേൾക്കുന്ന സമയത്ത്, നമുക്കിപ്പോ നമ്മളെ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കാന്നിരിക്കട്ടെ, ഈ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് ഈ ടീച്ചറിന് എങ്ങനെ മനസ്സിലാകും? ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഈ ടീച്ചറിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഈ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ്, കുട്ടികളുടെ എണീറ്റ് ഒന്ന് ചോദിക്കും, ടീച്ചർ അത് മനസ്സിലായില്ല ടീച്ചറെ എന്ന് പറയുമ്പോഴാണ് ടീച്ചറിന് മനസ്സിലാകുന്ന ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ പിള്ളേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻ മാറ്ററിലും. അതായത് അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുക. അതങ്ങനെയല്ലല്ലോ, അതിങ്ങനെയല്ലല്ലോ, നീ എന്തായാലും നീ ഇപ്പം പറഞ്ഞ അന്നവിടെ പോയപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു എൻഡ് ഉണ്ട്. ഏതൊരാൾക്കും അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടൊരു എൻഡ് ഉണ്ട്. ആ ഒരു എൻഡ് വരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം.
അവരുടെ ഇഷ്ടങ്ങൾ നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഓരോ ആളുകളും ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഓഫ് വിഷൻ ഉണ്ടായിരിക്കും. അതായത് ഓരോ കാര്യത്തിനും അവർ ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. കാര്യം വേറൊരു വീട്ടിൽ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആളുകളാണ് അവരെല്ലാം, അല്ലേ? നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മുമ്പിലേക്ക് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെ എടുക്കുന്ന രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കാം. അപ്പൊ ഈ ഒരു മാറ്റർ വെച്ചിട്ടാണ് ഇവർ നമുക്ക് പറ്റുന്ന ആളാണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. അതായത് നമ്മളും അവരും ചിന്തിക്കുന്ന രീതി, നമ്മളും അവരും ഒരു കാര്യത്തെ കാണുന്ന രീതികൾ ഏറെക്കുറെ ഒന്നാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് അങ്ങോട്ട് 100-ൽ 100 എന്ന് പറഞ്ഞ മാർക്കൊന്നും കിട്ടത്തില്ല. ഏറെക്കുറെ അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ ഒരുപോലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ മുന്നോട്ട് പോകും. കുറച്ചും കൂടെ നല്ല നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അതൊരു ലോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് അത് പോകാൻ വേണ്ടി പറ്റും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബീയിങ് എ ഗുഡ് ലിസണർ ഇസ് ഗുഡ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് പറയാനുള്ള ഇപ്പം ഈ റിലേഷൻഷിപ്പ് മാറ്റർ മാത്രമൊന്നുമല്ല, ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിനിടയിൽ ഒരു ഷിപ്പ് ഉണ്ടല്ലോ. അപ്പം റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതാരും കേൾക്കാനായിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല. ഓക്കെ, ഏറ്റവും അധികം റിലേഷൻഷിപ്പിൽ ഇന്ന് പ്രശ്നം വരുന്നൊരു കാര്യമാണ് ഈ ഒരു കേൾക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആള്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ഇത് കേൾക്കുന്നില്ല. ഒരുപാട് പേര് ഇപ്പൊ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കാണെങ്കിൽ ഒരു 80% നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പാണ്. ഇത് കേൾക്കുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഇവർ കേൾക്കണ്ടേ? അപ്പോ ഇവര് നമ്മളോട് കേട്ടാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ കേൾക്കണം. ഈ ഒരു കേൾക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളൊന്ന് കേട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേയധികം മാറ്റങ്ങൾ പിന്നീട് വരാൻ വേണ്ടി തുടങ്ങും. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിനെ പറ്റി കേൾക്കുന്നോ, നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാനിപ്പോൾ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്താണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നമ്മളോട് അവർ പറയുന്ന കുറെ കഥകൾ, അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എനിക്കിത് മനസ്സിലാവും. അതായത് ഇവരുടെ പാർട്ട്ണർ ഇത് ഒട്ടും കേൾക്കുന്നേ ഇല്ല. ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉണ്ടായിരിക്കും, പക്ഷെ ഇവരൊന്നും കേൾക്കുന്നില്ല. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അവർക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇവർക്ക് അങ്ങോട്ടൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ട് കൂട്ടരും ഇത് മനസ്സിലാക്കി ഒരുമയോടെ പോയാൽ മാത്രമേ ഏതൊരു റിലേഷൻഷിപ്പും ഒരു സക്സസ് എൻഡിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാവരുടെയും റിലേഷൻഷിപ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.